السلام عليكم ورحمة الله. الله أكبر الله أكبر الله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها فبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح
لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്ലാമിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രകൃതിയായുള്ള ഒരു താല്പര്യമാണ് തന്റെ സന്താനങ്ങളോടുള്ള സ്നേഹവും അവരോടുള്ള ലാളനയും അവരോടുള്ള കാരുണ്യ സമീപനങ്ങളുമെല്ലാം. മക്കളെ സ്നേഹിക്കണം, അവരെ ലാളിക്കണം എന്ന് ആയത്തുകളും ഹദീസുകളും ഓതി പറയേണ്ടുന്ന ആവശ്യം ഇല്ല. ഏതാണ്ട് എല്ലാ ആളുകളുടെ മനസ്സുകളിലും അത് വേണ്ടതിലേറെ നിലനിൽക്കുന്നുണ്ട്. സന്താന സൗഭാഗ്യം എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എന്നാൽ അത് പലപ്പോഴും ദൗർഭാഗ്യവും ആയി പോകാറുണ്ട്. അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. സന്താനവും സമ്പത്തും എന്നൊക്കെ പറയുന്നത് അല്ലാഹു നൽകും, നൽകാതിരിക്കും. രണ്ടും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന എന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണമാണ്. സമ്പത്തും സന്താനങ്ങളും പരീക്ഷണം എന്ന് വരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും രണ്ട് തരക്കും പരീക്ഷണം ഉണ്ടാകാറുണ്ട്. സമ്പത്ത് നൽകി അല്ലാഹു പരീക്ഷിക്കാറുണ്ട്. ഇയാൾ എന്താ അതുകൊണ്ട് ചെയ്യുന്നത്? വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പരീക്ഷിക്കാറുണ്ട്. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നിന്റെ റബ്ബ് അവൻ ചിലർക്ക് റിസ്ഖ് വിശാലമായി കൊടുക്കും, ധാരാളം മുതലും സമ്പാദിച്ചു കൊടുക്കും. വയഖ്ദിറു, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അവൻ അളന്നു കൊടുക്കും, കുറച്ച് കണക്കാക്കി കൊടുക്കും. അവൻ നൽകിക്കൊണ്ടും നൽകാതെയും ജനത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പരീക്ഷിക്കും പോലെ മക്കളെ വിഷയത്തിലും ഇതേ പരീക്ഷണം ഉണ്ടാകും. ചിലർക്ക് അല്ലാഹു മക്കളെ ധാരാളം കൊടുത്ത് പരീക്ഷിക്കും, ചിലർക്ക് തീരെ കൊടുക്കാതെയും പരീക്ഷിക്കും. ചിലർക്ക് വെറും പെൺകുട്ടികളെ മാത്രം കൊടുത്ത് പരീക്ഷിക്കും, ചിലർക്ക് വെറും ആൺകുട്ടികളെ മാത്രം കൊടുത്ത് പരീക്ഷിക്കും. ഒന്നും കൊടുക്കാതെ കൊടുത്തിട്ടൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയുടെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ ആധിപത്യം അവന്റേതാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പടക്കുന്നു, സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അവൻ പെൺമക്കളെ മാത്രം നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുകൂർ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അവൻ ആൺമക്കളെ മാത്രം കൊടുക്കും. ഔ യുസബ്ബിജുഹും ദുക്റാനൻ വ ഇനാസ,
ويجعل من يشاء عقيما إنه عليم قدير. ചിലർക്കവൻ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി കൊടുക്കും. ويجعل من يشاء عقيما, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്കവൻ ഒന്നും നൽകാതെ മക്കളില്ലാത്തവരുമാക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു നന്നായി അറിവുള്ളവനാണ്, എന്തിനും അവൻ കഴിവുറ്റവൻ തന്നെ. അപ്പൊ കൊടുത്തതും കൊടുക്കാത്തതും, അധികം കൊടുത്തതും കുറച്ചു കൊടുത്തതും, ആണിനെ കൊടുത്തതും പെണ്ണിനെ കൊടുത്തതും, ഇടകലർത്തി കൊടുത്തതും കൊടുക്കാത്തതും ഒക്കെ പരസ്പരംപുരാന്റെ ഒരു തീരുമാനവും നിശ്ചയമാണ്. അതിന്റെ പിന്നിൽ അവന് ചില ഹിക്മത്തുകളുണ്ട്, അത് അവൻ നന്നായി അറിയും. ഇവിടെ കിട്ടിയവരാരും അഹങ്കരിക്കേണ്ടതില്ല. അള്ളാഹു എന്നെ വല്ലാതെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് തന്നതാ, മുതലായാലും മക്കളായാലും വേണ്ട. കിട്ടാപ്പോലാരും അയ്യമായി ദുഃഖത്തിൽ ഏർപ്പെടേണ്ടതില്ല. അവൻ എന്നെ വല്ലാതെ തഴഞ്ഞുപോയി, എനിക്ക് മക്കളെ തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ധനം തന്നില്ല, ആവശ്യമില്ല. എല്ലാം അതൊന്നും വേണ്ട. അതൊക്കെ പരസ്പരംപുരാന്റെ പരീക്ഷണങ്ങളാണ്. അവ രണ്ടും പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ ഏത് കാര്യമാകട്ടെ നൽകിയും പരീക്ഷിക്കും, നൽകാതെയും പരീക്ഷിക്കും. രണ്ട് പരീക്ഷയിലും ജയിക്കാൻ നോക്കുക എന്നതാണ് പരീക്ഷിക്കപ്പെടുന്ന ആളുകളുടെ കടമ. അള്ള പരീക്ഷ നടത്തുന്ന ആളാണ്, നമ്മൾ പരീക്ഷിക്കപ്പെടുന്നവരാണ്. ഈ രണ്ട് പരീക്ഷകളിലും ജയിക്കലാണ് വിശ്വാസിയുടെ ബാധ്യത. നൽകി മക്കളെയും സമ്പത്തുമൊക്കെ കിട്ടിയവൻ ആ കിട്ടിയതിനുള്ള പരീക്ഷയിൽ ജയിക്കണം. കിട്ടാത്തവൻ കിട്ടാത്ത അവസ്ഥയിലുള്ള പരീക്ഷയിൽ ജയിക്കണം. അതാണ് നമ്മുടെ ബാധ്യത. മക്കളെ കിട്ടിയ ആളുകൾ എന്ത് ചെയ്യണം? മക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പരീക്ഷയിൽ വിജയിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച അല്പകാര്യം സംസാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്താനങ്ങളിൽ ആ സന്താനങ്ങളെ ഉപയോഗപ്പെടുത്തി, അതല്ലെങ്കിൽ ആ സന്താനങ്ങളെ നമുക്ക് അല്ലാഹു ആ ഒരു അനുഗ്രഹം തന്നിരിക്കുകയാണ്, പരീക്ഷണം എന്ന നിലയ്ക്ക് തന്നെ. ആ പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് റബ്ബ് നോക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സർവ്വവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ സ്വന്തങ്ങളെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ. ഏതാണ് ആ നരകം? വഖൂദുഹാ, അതിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമാണ്. ആ മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകത്തിന്റെ മേൽ നോട്ടം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അലൈഹാ മലായിക, ചില മലക്കുകളാണ്. ആ മലക്കുകളുടെ പ്രത്യേകത ഗിലാദുൻ ശിദാദ്, കഠിന ഹൃദയരാണ്, പരുക്കപ്രകൃതരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും, അല്ലാഹു അവരോട് കൽപ്പിച്ചതിൽ അവർ അനുസരണക്കേട് കാണിക്കുന്നവരല്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടത് അപ്പടി അങ്ങ് പ്രവർത്തിക്കുന്ന സ്വഭാവക്കാരാകുന്നു അവർ. ആ നിലക്ക് ഒരു കരുണിയില്ലാത്ത ആളുകൾ ആ ശിക്ഷ ഏർപ്പെടുത്തുന്നത്. ആ നിലക്കുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബം, അഹില്, നിങ്ങളുടെ മക്കൾ, ഭാര്യ, അതാണ് അഹിൽ ആദ്യപ്പെടുന്നത്. ആ അഹിലിനെയും നിങ്ങളെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഈ കൽപ്പന എവിടെ വെച്ച് നിർവഹിക്കണം? എവിടെ നിർവഹിക്കാനുള്ള കൽപ്പനയാണിത്? സാധാരണഗതിയിൽ മക്കളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ വിഷയത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, മതിയായ ചികിത്സ നൽകണം. ഇതിലാരും ആയത്തും ഹദീസും അടിപോലും പഠിപ്പിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. വേണ്ടതിനപ്പുറം നമ്മുടെ മനസ്സിലൊക്കെ അതുണ്ട്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ചികിത്സയൊക്കെ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ലാത്ത ഒരു പ്രത്യേക ശ്രദ്ധയാണ് ഇവിടെ അല്ലാഹു ആവശ്യപ്പെടുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് വിശ്വാസികളെ നിങ്ങൾ രക്ഷിച്ചോളൂ. അതെങ്ങനെയാ പടി? എവിടെ വെച്ചിട്ടാത്? നാളെ പരലോകത്ത് മരണാനന്തരം എല്ലാവരുടെയും കൺമുമ്പിൽ നരകം ഇങ്ങനെ കത്തിയാളുന്നത് കാണുമ്പോഴാണോ ഈ രക്ഷപ്പെടുത്തൽ? അവിടെ വെച്ചാണോ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടത്? അതിന് സാധ്യമില്ലല്ലോ. എത്ര ഉച്ചബന്ധുക്കളും അവിടെ പരിചയം നടിക്കാതെ ഒഴിഞ്ഞു മാറില്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി
لكل امرئ منهم يومئذ شأن يغنيه. ഒരു മനുഷ്യൻ അന്ന് അവന്റെ മാതാവിൽ നിന്ന് ഓടിയകലുന്ന സ്വന്തം സഹോദരനിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസമാണ്. തന്നെ പെറ്റുമ്മയിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസമാണ്. തന്റെ പിതാവിൽ നിന്ന് ഓടിയകലുന്ന ദിവസമാണ്. തന്റെ കിടപ്പറ പങ്കിട്ട തന്റെ പ്രിയപ്പെട്ട പ്രിയ സഖിയുണ്ടല്ലോ ഭാര്യ, അവളിൽ നിന്ന് ഓടിപ്പോകുന്ന ദിവസമാണ്. താൻ വളർത്തി ഉണ്ടാക്കിയ ഓമന മക്കളുണ്ടല്ലോ, ആ മക്കളെ ഇങ്ങിട്ട് മനുഷ്യൻ ഓടുന്ന ദിവസമാണ്. കാരണം അന്ന് ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കാര്യങ്ങൾ തന്നെ എമ്പാടും ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടുത്തൽ നടക്കൂല എന്നല്ല, ശിക്ഷ കാണുന്ന അവസരത്തിൽ മനുഷ്യൻ കൊതിച്ചു പോകുന്നത് യവദ്ദുൽ മുജ്രിമു ലൗ യബ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുഗ്വീഹി വമൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജീഹി. കുറ്റവാളി നരകശിക്ഷ കാണുന്ന അവസരത്തിൽ അവൻ കൊതിക്കുകയാണ്, ഈ ശിക്ഷയിൽ നിന്ന് താനൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ എങ്ങനെ? എന്റെ മകനെ പകരം നരകത്തിലിട്ടോളൂ, എന്റെ സഹോദരനെ ഇട്ടോളൂ, എന്റെ ഭാര്യയെ ഇട്ടോളൂ, എന്റെ ഭർത്താവിനെ ഇട്ടോളൂ, എന്നൊക്കെ സംരക്ഷണം നൽകിയിരുന്ന എന്റെ മുഴുവൻ ആളുകളെയും എന്ന് വേണ്ട ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും വിട്ടാലും എനിക്കൊന്ന് രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ലോകമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ഭയാനകമായ സഹിക്കാനാവാത്ത ആ ചൂടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങളെയും മക്കളെയും കുടുംബത്തെയും രക്ഷിച്ചോളൂ എന്ന് അല്ലാഹു പറയുന്നത്. അപ്പൊ പരലോകത്തെ രക്ഷപ്പെടുത്തലിന്റെ കാര്യമല്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അവിടെ രക്ഷയില്ല, അവിടെ രക്ഷപ്പെടുത്താൻ കഴിയൂല. എങ്കിൽ ഈ ദുനിയാവെന്ന് ചെയ്യേണ്ട ബാധ്യതയാണ്. നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ അത് പരലോകത്ത് നീയാളതല്ല. നിങ്ങൾ സക്കാത്ത് കൊടുത്തോളൂ, ഹജ്ജ് ചെയ്തോളൂ, സത്യം മാത്രം പറഞ്ഞോളൂ, മാതാപിതാക്കളെ ബഹുമാനിച്ചോളൂ. ഈ കൽപ്പനകളൊന്നും പരലോകത്തുനിന്ന് ചെയ്യേണ്ടതല്ലോ. ഇത് കർമ്മത്തിന്റെ ലോകം, ഈ ദുനിയാവാണ്. അതുകൊണ്ട് നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചോളൂ എന്ന കൽപ്പനയും ഇവിടെ വെച്ച് നിർവഹിക്കാനുള്ള നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആ ബാധ്യത നിർവഹിക്കാനുള്ള കൽപ്പന നമ്മൾ എത്രമാത്രം നിറവേറ്റി എന്നാണ് സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത്. തെർബിയത്ത് നൽകേണ്ട ഉത്തരവാദിത്തമാണ് ഉമ്മാക്കും ഉപ്പാക്കുമുള്ളത്. മക്കൾക്ക് തെർബിയത്ത് കൊടുക്കണം. എന്താ ഈ തെർബിയത്ത് എന്ന് പറഞ്ഞാൽ? ഓരോ ഘട്ടത്തിലും ആവശ്യമായ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി പടിപടിയായി ഇങ്ങനെ സംസ്കരിച്ച് വളർത്തിക്കൊണ്ടുവരിക. തെർബിയത്ത് എന്നുള്ളതാ തെർബിയത്ത്. അങ്ങനെ തെർബിയത്ത് നടക്കുന്ന വ്യക്തിക്ക് സാങ്കേതികമായി പറയും മുറബ്ബി, പരിശീലിപ്പിക്കുന്നവൻ, സംസ്കരിക്കുന്നവൻ, വളർത്തുന്നവൻ. അങ്ങനെ മുറബ്ബികളാവണം സർവ്വരക്ഷിതാക്കൾ. അതിനാദ്യം എന്താ വേണ്ടത്? ആദ്യം മുറബ്ബിക്കൊരു തെർബിയത്ത് വേണം. ഈ തെർബിയത്ത് നടത്തുന്നവനൊരു തെർബിയത്ത് വേണം. എന്താ കാരണം അറിയോ? ചെറുപ്പത്തിൽ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹക്കും ബാക്കിലും ആയത്തോ ഹദീസോ അല്ല. ചെറുപ്പത്തിൽ അവർ മനസ്സിലാക്കുന്ന നന്മതിന്മകൾ അവരായത്തും ഹദീസും മനസ്സിലാക്കിയിട്ടല്ല മനസ്സിലാക്കുന്നത്. മറിച്ചിന്റെ ബാപ്പയും ഉമ്മയും എന്താ ചെയ്യുന്നത്? അതൊക്കെ കുട്ടിയുടെ കണ്ണിൽ ഹക്കാണ്. ബാപ്പയും ഉമ്മയും ചെയ്യാത്തത് എന്തൊക്കെയാണ്? അതൊക്കെ പാടില്ലാത്ത സംഗതിയാണ്. ഇതാ ചെറുപ്പത്തിൽ കുട്ടിയുടെ മാനദണ്ഡമാണ്. ചെറുപ്പത്തിൽ കുട്ടി ഖുർആൻ ഓതി കേട്ടിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല. ഏതാ നേരി, ഏതാ നെറിയേത്, ഏതാ സത്യം, ഏതാ അസത്യം, ഏതാ ധർമാധർമ്മങ്ങൾ, നീതി അനീതി ഏത് എന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല. കുട്ടിയുടെ ആദ്യത്തെ പാഠശാല വീടാണ്. അവിടുത്തെ മാലിന്യങ്ങളാണ് മാതാവും പിതാവും. അക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്ക് ഹക്കും ബാക്കിലും ഇപ്പോ മാതാവും പിതാവും ചെയ്യുന്നതൊക്കെ ഹക്കാണ്, ചെയ്യാത്തതൊക്കെ വേണ്ടാത്തതാണ്. അതുകൊണ്ട് നീ നന്നായിക്കോ, നീ നന്നാവണം, നിന്റെ സ്വഭാവം നന്നാകണം, നിന്റെ പെരുമാറ്റം നന്നാവണം, നിന്റെ പ്രവർത്തനങ്ങൾ നന്നാവണം, നിന്റെ വിശ്വാസം നന്നാവണം, നിന്റെ കർമ്മം നന്നാകണം. അങ്ങനെ ഏറ്റവും നല്ല നിലക്ക് ഒരു ചെറുതിയത്തിലുള്ള ഒരിക്കൽ രക്ഷിതാക്കളിൽ നിന്നുണ്ടാകണം. അവന്റെ അഖീദ നന്നാവണം, അവന്റെ കർമ്മം നന്നാവണം, അവന്റെ എല്ലാം നന്നായിരിക്കണം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയപ്പെടാം, ഏറ്റവും മക്കളെ ശ്രദ്ധിക്കേണ്ട സമയപ്പെടാം. ആ ശ്രദ്ധിക്കേണ്ട സമയത്തും അവർക്ക് പ്രത്യേകം ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലത്തും നമ്മളൊന്ന് ദീനി പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതാണ് സുഹൃത്തുക്കളെ ഏറ്റവും വലിയ വിരോധാഭാസം. നമ്മളിന്ന് മക്കൾക്ക് ദീനി പഠിപ്പിക്കുന്നത് എപ്പോഴാണ്? ചെറിയ പ്രായത്തിൽ, ഒരു 4-5 വയസ്സ് മുതൽ ചിലപ്പോൾ 3-4 വയസ്സ് മുതൽ കൊല്ലത്തോളം.
അങ്ങനെ തുടങ്ങി 1, 2, 3, 4 ക്ലാസ് വരെ ഏറിയാ പഠിച്ചു. ഒരു 9, 10 വയസ്സാകുമ്പോഴേക്ക് കുട്ടിയുടെ മതപഠനം ഏതാണ്ട് അവസാനിച്ചു. പിന്നെ ഈ കുട്ടി രീതി കളിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് കുറെ ന്യായങ്ങളുണ്ട്. എന്താ ന്യായങ്ങൾ? ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് ദീൻ ആവശ്യമുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് വേണ്ട ഉത്ബോധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതാണ് നമ്മൾ ഈ പറയുന്ന 13 മുതൽ 19 വരെ എന്ന ടീനേജുള്ളത്. 13, 14, 15 എന്നൊക്കെ പറഞ്ഞ് ടീൻ നൽകുന്ന ആ ടീനേജ് കാലത്ത് മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ തെറ്റിപ്പോകുന്ന സമയമാണ്. ആ തെറ്റിപ്പോകുന്ന സമയത്ത് രക്ഷിതാക്കളുടെ കൈകളിലല്ല കൂടുതൽ സമയവും മക്കളുള്ളത്. ആ സമയത്തല്ല കൂടുതൽ മക്കളുള്ളത്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലാണ് കൂടുതൽ സമയത്ത്. അല്ല, കുട്ടികൾ കൂടുതലും പുറത്താണ്. കാരണം വിലപ്പെട്ട മണിക്കൂറുകളുള്ളവർ കലാലയങ്ങളിലും പുറത്തുമാണ്. നമ്മുടെ കയ്യിൽ വരുമ്പോൾ പിന്നെ അധികം ഉറങ്ങിയത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം. അധിക സമയമില്ല, ഉണർന്നിരിക്കുന്ന നേരം അധികമില്ല, അല്ലെ? എങ്കിൽ ആ സമയത്ത് കുട്ടികളുടെ കണ്ണിൽ കാണുന്നത്, കാതിൽ കേൾക്കുന്നത്, അവന്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ, അവൻ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്ന ഒരു ലോകമാണിത് എന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് കൂടുതൽ പരത്തി പറയേണ്ടതില്ലല്ലോ. ആ നിലക്ക് വളരുന്ന ഒരു പ്രായമാണ് നാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളോട് നമുക്ക് വലിയ സ്നേഹമാണ്. ആ സമയത്ത് ആ ടീനേജ് പ്രായമാകുമ്പോൾ നമുക്ക് വലിയ സ്നേഹമാണ്. എന്താ നമ്മൾ സ്നേഹിച്ചിട്ട് എന്താ ചെയ്യുന്നതറിയോ? കുട്ടി ഒരു മതത്തിന്റെ വിഷയം കേൾക്കുന്ന സർവ്വവേദികളിൽ നിന്നും കുട്ടിയെ നമ്മൾ പിൻവലിക്കും. അത് നമ്മൾ പറയും, ഇപ്പൊ കുട്ടി 8ലാണ്, അപ്പൊ 9ലാണ്, ഇപ്പൊ 10ലാണ്, ഇപ്പൊ +1 അല്ലെങ്കിൽ +2 ആണ്. ഇപ്പൊ അവനതൊന്നും പഠിപ്പിക്കാൻ വിട്ടാൽ ശരിയാവില്ല. കാരണം മറ്റു കുട്ടികളെ ഒപ്പത്തല്ലേ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കുട്ടി പഴച്ചു പോകാൻ സാധ്യതയുള്ള അവസരങ്ങളിൽ ഈ കുട്ടിക്ക് ഏറ്റവും വലിയ ആവശ്യമായ ദാഹിച്ച് മതപഠനം ആവശ്യമായി നിൽക്കുന്ന നേരത്ത് അവന് പിടിച്ചു വലിക്കരുത്. ഈശ്വരുടെ നമ്മൾ അതിന് കൂട്ടുനിൽക്കുന്നു. ഇത് സഹിക്കാവുന്നതിനപ്പുറമല്ലേ? ഇത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമല്ലേ? പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. ആ ഏറ്റവും വലിയ വിരോധാഭാസം ഇന്ന് സമൂഹത്തെ പിടികൂടിയിരിക്കുന്നു. ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും അതാത്മ ഇതിന്റെ ചെറുപ്പത്തിലൊക്കെ രീതികൾക്കും. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചീത്ത വികാരങ്ങളൊന്നും വളരാനായിട്ടില്ല. ചീത്ത വികാരങ്ങളൊന്നും അവന്റെ മനസ്സിൽ അത്ര മുളക്കാനായിട്ടില്ല. പക്ഷെ ആ ചീത്ത വികാരങ്ങളിലേക്ക് വരുന്ന ആ പ്രായത്തിലെത്തുമ്പോ അവനെ നമ്മൾ സ്കൂളിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു വലിക്കും. സ്കൂളിന്റെ കാര്യം പറഞ്ഞ് പിടിച്ചു വലിക്കരുത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ആവശ്യമായ അവസരങ്ങളിൽ കൊടുക്കണം മതവിദ്യാഭ്യാസം. ആ സമയത്ത് ഉത്ബോധനം കേട്ടുകൊണ്ടിരിക്കണം. ഏത് കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അല്ലാഹുവിന്റെ ദീന് കേൾക്കണം. ഒന്നുകിൽ പള്ളിയിൽ വെച്ച്, അല്ലെങ്കിൽ മദ്രസയിൽ വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ദീന് പഠിപ്പിക്കുന്ന വേദികളിൽ ആ കുട്ടി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവൻ കാണുന്നതും കേൾക്കുന്നതും വളരുന്നതും ഒക്കെ മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്കാണ് അങ്ങോട്ടാ പോകുന്നത്. തെർബിയത്ത് കൊടുത്താൽ പോലും, തെർബിയത്ത് കിട്ടിയാൽ പോലും വളരെ ഭയപ്പെടേണ്ടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിന് തെർബിയത്ത് കിട്ടാതെയും ആയാലോ? എന്താ സ്ഥിതി ആ പ്രായത്തില്? നിങ്ങൾ കണ്ടില്ലേ? ആടിനെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകം ഒരാഴ്ച മുമ്പ് തൃശൂർ ജില്ലയിലെ ചാമക്കാലയിൽ നടന്നു, അല്ലേ? പത്രത്തിൽ നമ്മൾ വായിച്ചു. ജാഫില എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, 7 വയസ്സുകാരിയായ പെൺകുട്ടിയെ മൃഗീയമായി ബലാത്സംഗത്തിന് വിധേയമാക്കി കൊന്നു. അതുപോലെ തന്നെ ചാക്കിൽ കെട്ടി ഒരൊഴിഞ്ഞ വീട്ടിൽ ഉപേക്ഷിച്ചു. പോലീസ് തെരയുകയായിരുന്നു. നമ്മളൊക്കെ ചിന്തിച്ചില്ലേ, ആരായിരിക്കും ഇത്ര വലിയ ദുഷ്ടൻ? പിടിക്കപ്പെട്ട് നോക്കുമ്പോൾ ആരാ? ഒരു ടീനേജുകാരൻ, 15കാരൻ, നമ്മുടെ മാപ്പിള സമൂഹത്തിലെ ഒരു മെമ്പർ, മുസ്ലിം സമുദായത്തിലെ ഒരു മെമ്പർ. 15 വയസ്സായ ഒരു കുട്ടിയാണ് ആ ക്രൂര കൃത്യം ചെയ്തിരിക്കുന്നത്. നോക്കണം നിങ്ങൾ. സംസ്കരണം നൽകാൻ ആളില്ലാത്ത, പരിപാലിക്കാൻ ആളില്ലാത്ത, തെർബിയത്ത് നൽകാൻ ആളില്ലാത്ത കടപ്പുറത്ത ഒരു ചെറുക്കൻ. അവനും ഉമ്മയും ഉപ്പയുമില്ലേ? അല്ലേ? അവനല്ലേ ഈ ക്രൂരകൃത്യം ചെയ്തത്? നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? 7 വയസ്സായ ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആ കൃത്യത്തിന് വിധേയമാക്കുക, എന്നിട്ട് അവനെ കൊല്ലുക, ചാക്കിൽ കെട്ടി വലിഞ്ഞു മുറുക്കിയ ഒരു ഭാഗത്ത് ഉപേക്ഷിക്കുക, എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ സുഖമായി നടക്കുക. ആ പ്രായമുണ്ട്. എത്രമാത്രം നമ്മൾ ഭയപ്പെടണം. ഇത് അമേരിക്കൻ രാജ്യങ്ങളിൽ നടന്ന പ്രശ്നങ്ങളല്ലോ പറയുന്നത്. എന്റെയും നിങ്ങളുടെയും മൂക്കിന് മുമ്പിൽ നടന്ന പ്രശ്നങ്ങൾ ചിന്തിക്കാനായില്ലേ ഉമ്മത്തിന്? സാക്ഷി മാത്രം അയച്ചു കൊടുത്താൽ മതിയോ? പണം മാത്രം അയച്ചു കൊടുത്താൽ മതിയോ? പത്രം നൽകിയാൽ മതിയോ? വീട് നൽകിയാൽ മതിയോ? പുസ്തകങ്ങൾ നൽകിയാൽ മതിയോ? ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ മതിയോ? ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ മതിയോ? ഗുളിക കഴിച്ചോ എന്ന് ചോദിച്ചാൽ മതിയോ? മോനെ നിസ്കരിച്ചോ?
അള്ളാഹുവിനെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹിനെ കുറിച്ച് നിനക്ക് അറിയാമോ? പരലോകത്തെ കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടോ? ഖബർ ജീവിതം നീ അറിഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? കൊടുക്കണ്ടേ സമയത്ത്, കൊടുക്കേണ്ട സമയത്ത് വെള്ളവും വളമൊക്കെ കൊടുക്കേണ്ട സമയത്ത് ഒരു തൈക്ക് വെള്ളവും വളവും കൊടുത്തെങ്കിലേ അത് ഉപകാരപ്പെടും. കുറെ കാലം കഴിഞ്ഞ് വടവൃക്ഷമായി കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ വെള്ളം വളർന്നു വെച്ചാൽ വേശില്ല. കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അത് കൊടുക്കാതെ നമ്മൾ ഈ സമൂഹത്തെ ദുഷിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ദുഷിക്കുന്നതിൽ ഒരുപാട് ആളുകൾക്ക് പങ്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ മാതാപിതാക്കൾക്ക്. ഇതിനവൻ വളരുന്ന സമൂഹത്തിനാണ്. സർവ്വ തോന്യാസങ്ങൾ കാണാനും കേൾക്കാനും സൗകര്യമുണ്ട്. 8നും 9നും 10നും +2നും പഠിക്കുമെന്ന് വിചാരിച്ച് ഭക്ഷണത്തിന് മോശമൊന്നുമില്ല, കളിക്ക് മോശമല്ല, വിനോദത്തിന് മോശമല്ല, എല്ലാത്തിനും മോശമല്ല. ദീന് പഠിപ്പിക്കാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അവിടെ സ്കൂളാണ്. എല്ലാം വേണം. എല്ലാ രൂപത്തിലുള്ള മാർക്കും ഉന്നതങ്ങളിലൊക്കെ നമ്മൾ എത്തണം, സംശയമൊന്നുമില്ല. പക്ഷേ ഇത് അടിസ്ഥാനപരമാണ്. ഇതിനുവേണ്ടി ഒരു മണിക്കൂറെങ്കിലും, ഒരാഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധത്തിന് വേണ്ടി സർവ്വകാലത്തും, ഏതെങ്കിലും ഒരു കാലത്തെ മണിക്കൂറല്ല പറയുന്നത്, സർവ്വകാലത്തും ചെറുതിയത്ത് ഉത്ബോധനം നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കണം. സുഹൃത്തുക്കൾ, അതിന്റെ വേല നമ്മളോട് ആരെങ്കിലും പറയണം. അപ്പൊ മതവേദികളിൽ അല്ലെങ്കിൽ മതവേദികളിൽ പങ്കെടുക്കുന്ന ആളുകളല്ലേ സുഹൃത്തുക്കളെ നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകൾ. ഒരാഴ്ച ഒരു ഉത്ബോധനം മുടങ്ങി നോക്കൂ. നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ ദീനിനെ പറ്റി ഒന്നും കേട്ടില്ലാന്ന് വിചാരിക്കും. നിങ്ങളുടെ മനസ്സിൽ കാണാം ഒരല്പം ഇങ്ങനെ ഒരു ചെറിയ ബോധക്കുറവ്. എന്താണ്? ഉത്ബോധനം ഇടയ്ക്കിടെ കിട്ടിക്കൊണ്ടിരിക്കണം. എൽമുള്ളവനും ഇല്ലാത്തവരും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷെ ഇടയ്ക്കിടെ ഉത്ബോധനം കിട്ടണം. അതാ അള്ളാഹു പറഞ്ഞത്, ഓ നബിയേ, നിങ്ങൾ ഉത്ബോധനം നടത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ഉപദേശിക്കുകയും. നിശ്ചയമായും ഉത്ബോധനങ്ങൾ അത് തൻഫഉൽ മുഅ്മിനീന, ഈമാനുള്ള ഹൃദയങ്ങൾക്ക് വല്ലാത്ത ഉപകാരമാണ് നബിയേ. ഈമാനുള്ള ഹൃദയത്തിന് വലിയ ഫലം ചെയ്യും ഉത്ബോധനം. അറിയാനിട്ടല്ല, നിസ്കരിക്കണം അറിയാത്ത ഒരാളല്ല. ഇടക്കിടക്ക് ഇങ്ങനെ കേൾക്കേണ്ട നിസ്കാരം, അതിന്റെ മഹത്വമൊക്കെ എന്താ കാരണം നമുക്ക് അറിയാനില്ല. ഇത് കേൾക്കുമ്പോഴോ ആ ഈമാനുള്ള മനസ്സൊന്ന് കഥകുടം എഴുതിയത്. ഇത് നമ്മുടെ മക്കളിൽ ശ്രദ്ധിക്കാൻ ഇടക്കിടക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ആ രൂപത്തിലൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. പഠിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തർത്തീബനുസരിച്ച് പഠിപ്പിക്കണം. ആദ്യം പരിചയപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണ്. ശിർക്കിനെതിരെ ഗൗരവമായി മുന്നറിയിപ്പ് കൊടുക്കണം. സാധാരണ നമ്മൾ കേട്ട് തഴമ്പിച്ചൊരു പിതാവില്ലേ ലുഖ്മാൻ സൂറത്ത് തന്നെയില്ലേ, ഇത് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഇദുഹു. ലുഖ്മാൻ മകന് ഉപദേശം കൊടുക്കുമ്പോ ആദ്യം പറഞ്ഞതെന്താ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. കുഞ്ഞുമോനെ, നീ ശിർക്ക് ചെയ്യരുത്. ശിർക്ക് ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത വമ്പിച്ച അക്രമം തന്നെ. അവിടെ നിന്നിട്ട് എന്തെല്ലാം വിശദീകരിച്ചു കൊടുക്കാനുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, കുട്ടിയുടെ മനസ്സിൽ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കണം. ബാപ്പ കണ്ടാലും ഉമ്മ കണ്ടാലും നാട്ടുകാർ കണ്ടാലും ഗുരുനാഥൻ കണ്ടാലും സ്കൂളിലെ മാഷ് കണ്ടാലും ടീച്ചർ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ മോനെ കാണുന്ന ഒരാളുണ്ട് എന്നുള്ള ബോധം ഉണ്ടാക്കണം. അത് ഏറ്റവും പ്രധാനം. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സദറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. കുഞ്ഞുമോനെ, നീ എത്ര സ്വകാര്യമായിട്ട് വളരെ ഒരു രഹസ്യമായിട്ടൊരു കാര്യം ചെയ്താലും, നീ എവിടെ വെച്ച് ചെയ്താലും, പ്രപഞ്ചത്തിന്റെ ഏത് മുക്കുമൂലയിൽ വെച്ച് നീ ചെയ്താലും, ആര് കണ്ടിട്ടില്ലെങ്കിലും അത് അള്ളാഹ് കൊണ്ടുവരും മോനെ. നീ ചെയ്ത അമല് അള്ളാഹു അറിയുന്നുണ്ട് മോനെ, അള്ളാഹ് കേൾക്കുന്നുണ്ട് മോനെ, അള്ളാഹു അത് രേഖപ്പെടുത്തുന്നുണ്ട് മോനെ. അവനെല്ലാം സൂക്ഷ്മമായി അറിയുന്ന, നിനക്കത് പറഞ്ഞു തരുന്ന ലതീഫും ഖബീറുമാകുന്നു. ആ ബോധം മനസ്സിലുണ്ടായി കഴിയണം. അതാ ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ വാപ്പ കാണുമ്പോ നല്ല ഉഷാറ്, ഇല്ലാത്ത നേരത്തോ മോശാവില്ലേ? ആ ഒരു ചിന്ത, അള്ളാഹുവിനെ പറ്റി, റഹ്മാനായ റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം, റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം, നല്ലവരെ ഗ്രഹിക്കാനുള്ള താല്പര്യം, ഉമ്മയാരും ഉപ്പയാരും എന്ന ചിന്ത ആ നിലക്ക് സമൂഹത്തിൽ വളർത്തിയെടുക്കണം. അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് നിസ്കാരം. യാ ബുനയ്യ അഖിമിസ് സ്വലാ, മോനെ നിസ്കാരം നിർവഹിക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുറു ഔലാദകും ബിസ്സലാ, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ നിസ്കാരത്തിന് കൽപ്പിക്കണം. മുഹമ്മദിനാ 7 വയസ്സാകുമ്പോ തന്നെ നിസ്കരിക്കാൻ കൽപ്പിച്ചുകൊള്ളണം.
വദരിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സീന. ഒരു 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കണം അവരെ. നിങ്ങൾ എത്ര തവണ അടിച്ചിട്ടുണ്ട്? ഭക്ഷണം കഴിക്കാത്തതിന് അടിച്ചിട്ടുണ്ട്, മരുന്ന് കഴിക്കാത്തതിന് അടിച്ചിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്യാത്തതിന് അടിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനിൽ തെറ്റിയത് വരാനിട്ട് അടിച്ചിട്ടുണ്ട്. അല്ലേ? അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ എത്ര ശിക്ഷിച്ചു? ആവശ്യമുള്ളയിടത്ത് എത്ര ശിക്ഷ നൽകി? ശിക്ഷിച്ചോ നമ്മൾ? ആ സമയത്ത് കൊടുത്തോളൂ. പിന്നെ റസൂലുള്ള ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കിടപ്പ് സ്ഥലങ്ങളിൽ അവരെ വേർപ്പെടുത്തണേ. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി വേറെ വേറെ വിരിച്ച് കിടക്കണം. വേറെ വേറെ വിരിച്ച് കിടക്കണം. ഒരു പുതപ്പിനുള്ളിൽ ഒരാണും പെണ്ണും കിടന്നുകൂടാ, ഒരാണും ആണും കിടന്നുകൂടാ. സ്വന്തം മക്കളെ കാര്യം പറയുന്നത്, അന്യരുടെ കാര്യമല്ല. ജ്യേഷ്ഠാനുജന്മാര് അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി അനിയത്തി അല്ലെങ്കിൽ ജ്യേഷ്ഠനും അനിയത്തിയും ഒരു പുതപ്പിനുള്ളിൽ കിടന്നുകൂടാ. 10 വയസ്സ് കഴിഞ്ഞാൽ റസൂൽ പറയാൻ മാറ്റി കിടത്തിക്കൊള്ളണം. അത് ഇസ്ലാമിന്റെ സംസ്കാരം പഠിപ്പിക്കണം. ഒരു പുതപ്പിൽ ഇറങ്ങിക്കൂടാ, വേറെ കിടത്തണം. ഇതായത് കാരണമൊന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ സമൂഹത്തെ പടച്ചിടമ്പുരാന് പ്രവാചകനത തെർബിയത്ത് കൊടുക്കുകയാണ്. വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശം. അത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ടാൻ പറ്റൂല. അപ്പൊ തന്നെ പഠിപ്പിക്കേണ്ടത് അപ്പൊ തന്നെ പറയണം. ആ നിലക്ക് കണ്ടോ സംസ്കാരം തീർന്നോ? മക്കൾക്ക് അതിന് പരിശീലനം കൊടുക്കണം. നല്ല കാര്യം ഉപദേശിക്കുക, ചീത്ത കാര്യം കണ്ടാൽ അതിന് തടയുക. നമ്മളെന്താ പറയാ, അവനൊന്നും ഉണ്ടാകാൻ വേണ്ട, ഒന്നും പറയാൻ വേണ്ട. ചെറുപ്പത്തിലെ കുട്ടികളെ ഭീതിക്കളാക്കണം. ഒരാളോട് നല്ല കാര്യം പറയാൻ അനുവദിക്കില്ല, ഒന്നും പറയാൻ പാടില്ല. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. അതിന് വേണ്ട രൂപത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കണം. സ്വതര് ക്ഷമ വേണം മോനെ എന്ന് പഠിപ്പിക്കണം. ക്ഷമിക്കാനുള്ള പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ദഅവത്ത് നടത്തുമ്പോൾ ക്ഷമ വേണം. നിങ്ങൾ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടാവില്ല. ദഅവത്ത് നടത്തുന്നോ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിട്ട് പറയാൻ കഴിയോ? അപ്പൊ ആളുകളിൽ നിന്ന് കുത്തുവാക്കും പരിഹാസവും പീഡനവും മർദ്ദനവും അക്രമവും കൂക്കും പരിഹാസവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സഹിക്കണം, ക്ഷമിക്കണം. അതും പറഞ്ഞു കൊടുക്കണം. ആളുകളോടുള്ള പെരുമാറ്റം വളരെ നന്നാവണം. നല്ല സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കവള് കോട്ടി സംസാരിക്കരുത്. ഒരു മുഖത്ത് നോക്കി വിനയത്തോടെ സംസാരിക്കണം. ഈ അഹങ്കാരിയായി നടക്കരുത്. ശബ്ദമുയർത്തിയിൽ എപ്പോഴും ഇങ്ങനെ കരവല ശബ്ദമുണ്ടാക്കരുത്. വിനയം വേണം, നല്ല സ്വഭാവം വേണം. ഇതൊക്കെ ലുഖ്മാൻ തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങളാണ്. സുഹൃത്തുക്കളെ, ഈ നിലക്ക് ആവശ്യമായതെന്തും ചെറുതും വലുതുമായ ഏത് കാര്യങ്ങളിലും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ മക്കളെ ശരിയായ നിലക്കുകൾ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ രൂപത്തിലുള്ള ഈ ദുനിയാവിൽ അവരെ കൊണ്ടുള്ള ഉപകാരങ്ങൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല, പരലോകത്ത് നമ്മൾ പരാജയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും കൂടുതൽ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ദാഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരങ്ങളിൽ അല്ലാഹുവിനെയും റസൂലിനെയും ദീനിനെയും പരിചയപ്പെടുത്തുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ, കലാലയങ്ങളിൽ, പള്ളികളിൽ, ഒരു സ്ഥാപനങ്ങളിൽ അത് നടത്തണം. അതിനുവേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നേരിന്റെ വക്താക്കളായി തീർക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖായിദീന ബിറളില്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത്. മറ്റു മക്കൾക്കും മറ്റു രക്ഷിതാക്കൾക്കും യഥാർത്ഥ വിശ്വാസികളല്ലാത്ത രക്ഷിതാക്കൾക്കും അവരുടെ മക്കൾക്കുമില്ലാത്തൊരു വലിയ മോഹവുമായാണ് വിശ്വാസികൾ നടക്കുന്നത്. നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട് സമയം കണ്ടെത്തി നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നത്, അവരെ ഉത്ബോധിപ്പിക്കുന്നത് മറ്റുള്ള സമൂഹത്തിലെ ആളുകൾക്കില്ലാത്ത ഒരു ആശയും അഭിലാഷവും സുഹൃത്തുക്കളെ വിശ്വാസികളായ നമുക്കുണ്ട്. അത് ഈ ലോകത്ത് പരിമിതമായ സംഗതിയല്ല. പലരും മക്കളുടെ മുഖേനയുള്ള ഉപകാരം പ്രതീക്ഷിക്കുന്നത് ഈ ലോകത്ത് വെച്ചാണ്. പലരും മക്കളെ പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ അവരുടെ മോഹം എന്താണ്? ഞാൻ വലുതായി പ്രായമായ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ എന്റെ മക്കൾ എന്നെ തീറ്റിപ്പോറ്റി സംരക്ഷിക്കണം, അല്ലേ? ആ മോഹം എത്ര നടക്കും? വളർത്തിയുണ്ടാക്കിയ മക്കളെ കൊണ്ട് ഉപകാരം നമുക്ക് കിട്ടുമോ? ഇനി കിട്ടിയാൽ തന്നെ എത്ര കൊല്ലം? പഠിപ്പിച്ചൊക്കെ വളർത്തി വലുതാക്കി വലിയ ശമ്പളക്കാരും ജോലിക്കാരും ഒക്കെ ആയി.
എന്നിട്ട് നമുക്ക് ദുനിയാവിൽ വെച്ച് അവരെ കൊണ്ട് ഉപകരിക്കുന്നത് എത്ര കൊല്ലമാ സുഹൃത്തുക്കളെ? ഒരാളിനി 10 70 കൊല്ലം ജീവിച്ചാൽ തന്നെ അവൻ വളർത്തി ഉണ്ടാക്കിയ മക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻകം വന്നിട്ട് എത്ര കാലം ഇവൻ ഇവിടെ ജീവിക്കും? വളരെ ചുരുങ്ങിയ കാലം അല്ലേ? എന്നാ സുഹൃത്തെ, ഇവിടെ കുറച്ച് കുറഞ്ഞാലും നമുക്ക് നമ്മുടെ മക്കളിൽ നിന്നൊരു വലിയ പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷ ഈ ദുനിയാവിലല്ല, നമ്മുടെ മരണം വരെയല്ല, മരണത്തിന്റെ ശേഷമാകുന്നു. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്കുള്ള പ്രതീക്ഷ മറ്റു സമുദായങ്ങൾക്കും വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അവരുടെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മരണം വരെയാണെങ്കിൽ, നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷ മരണം വരെയല്ല, മരണത്തിന്റെ ശേഷമാകുന്നു. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ മോളെ വേണം, നമ്മുടെ മോനെ വേണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലും മുറിഞ്ഞുപോയി. ഇതുവരെ അമലവന് കിട്ടാനില്ല. അവൻ 3 കാര്യങ്ങളിൽ നിന്ന് വല്ലാതെ 3 കാര്യങ്ങളിൽ നിന്ന് വീണ്ടും അവന് മുറിയാതെ അമല് കിട്ടിക്കൊണ്ടിരിക്കും. മുറിയാതെ അതിന്റെ പ്രതിഫലം അവന്റെ അക്കൗണ്ടിലേക്ക് വരവ് വന്നുകൊണ്ടിരിക്കും. മരിച്ചാലും നിന്റെ കർമ്മതലത്തിലേക്ക് നിനക്ക് അക്കൗണ്ട് തരാൻ ഇവിടെ മെമ്പർ വേണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലതും സ്വാലിഹുൻ യദ്ഉ ലഹു. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ ഒരു സന്താനം. പാപ്പ മരിച്ചു കഴിഞ്ഞാലും ഉമ്മ മരിച്ചു കഴിഞ്ഞാലും റബ്ബിഗ്ഫിർലീ, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണമേ, വലിവാലിദയ്യ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ മനസ്സുള്ള ഒരു മകനോ ഒരു മകളോ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ, ചെറുപ്പത്തിൽ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് എന്റെ ഉമ്മയും ഉപ്പയും ഞങ്ങളെ പോറ്റി വളർത്തി, അതിന് പകരം നൽകാൻ ഞങ്ങൾ അയക്കുന്ന ഡ്രാഫ്റ്റുകൾക്കോ ഞങ്ങളുടെ പളവളപ്പുള്ള പ്രവാസ ജീവിതത്തിൽ ഞങ്ങൾ അയക്കുന്ന ഡ്രസ്സുകൾക്കോ ഞങ്ങൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഹദിയകൾക്കോ അതിന് പകരം നിൽക്കാനാണില്ല. ഞങ്ങളെ പോറ്റി വളർത്തിയ രക്ഷിതാക്കൾക്ക് പടച്ച തമ്പുരാനെ നീയാണ് കൊടുക്കേണ്ടത് പ്രതിഫലം. അതിന് ഞങ്ങളുടെ ഖജനാവ് പോരാ. ഞങ്ങളുടെ ഖജനാവ് അവർക്ക് കൊടുക്കാൻ മാത്രമില്ലാത്ത ഖജനാവാണ്. നിന്റെ ഖജനാവിൽ നിന്നാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ലയോ തീരാത്ത ഖജനാവ് നിന്റേതല്ലേ? അതുകൊണ്ട് റബ്ബിർഹംഹുമാ, ഞങ്ങളെ പോറ്റി വളർത്തിയ രക്ഷിതാക്കൾക്ക് പടച്ചവനെ നീ അവർക്ക് റഹ്മത്ത് ചെയ്യണേ, നീ അവരോട് കരുണ ചെയ്യണേ. അത് പ്രാർത്ഥിക്കുന്ന ഒരു മക്കൾ, അത് പ്രാർത്ഥിക്കുന്ന ഒരു സന്താനം, അതാ നമ്മുടെ ലക്ഷ്യം. ദുനിയാവിൽ അവരെ കൊണ്ട് ഉപകാരം കിട്ടട്ടെ, കിട്ടാതിരിക്കട്ടെ, കിട്ടാതിരിക്കാം, അതല്ല നമുക്ക് പ്രധാനം. നമുക്ക് പ്രധാനം നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്നോ അല്ലാതെയോ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കാൻ മക്കളുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം, അതല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം. അങ്ങനെ ദുആ ചെയ്യാനുള്ള, ആ രൂപത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഒരവസ്ഥ, അതാ നമ്മൾ അല്ലാഹുവിനോട് തേടുന്നത്. പടച്ചോനെ, എന്റെ മക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് എനിക്ക് കൺകുളിർമ വേണം. എന്റെ മക്കളുടെ പ്രവർത്തനം കണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയണം. എന്റെ ഇടയുടെ പ്രവർത്തനം കണ്ടിട്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയണം. അതല്ലേ മുഅ്മിനിന്റെ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഇണകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണം. കൺകുളിർമയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ അവരിൽ നിന്ന് ഞാൻ കാണാൻ സാധിക്കാവൂ, അല്ലാത്ത ഒന്ന് കാണാൻ ഇടവരരുതേ. വജഅൽനാ, നീ ഞങ്ങളെ ആക്കണം ലിൽമുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് നേതാക്കന്മാരാകുന്ന നിലക്ക്, മറ്റുള്ളവർക്ക് മോഡലാകുന്ന, മറ്റുള്ളവർക്ക് ഇമാമായി നിൽക്കാൻ പറ്റാവുന്ന, മറ്റുള്ളവർക്ക് മാതൃകയാകാൻ പോകുന്ന നല്ല വ്യക്തിത്വങ്ങളാക്കി നീ ഞങ്ങളെ മാറ്റുമാറാകണേ എന്ന് ദുആ ചെയ്യുന്നു പടച്ച തമ്പുരാന്റെ കരുണാമയനായ അല്ലാഹുവിന്റെ അടിമകൾ. ഇബാദുർ റഹ്മാൻ സൂറത്തുൽ ഖുർആനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം വളർത്തുക, നല്ല നിലക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുക. ഇല്ലെങ്കിലോ നമ്മൾ വലിയ പ്രയാസവും ചൂടൊക്കെ സഹിച്ച്, തണുപ്പൊക്കെ സഹിച്ച് പണിയെടുത്ത് ഉണ്ടാക്കി പ്രാർത്ഥിച്ചു കൊടുത്ത് പഠിപ്പിച്ച് വളർത്തിയുണ്ടാക്കിയ മകൻ അല്ലെങ്കിൽ മകൾ അതിന്റെ കോടതിയിൽ നമുക്കവർക്ക് സഹിയാകും, തുണയാകുമെന്ന് വിചാരിച്ചവിടെ എത്തുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ അവരടക്കമതാ കേസ് കൊടുക്കുന്നു. ഞങ്ങൾ നശിക്കാനും പഴക്കാനും കാരണക്കാരായ ഞങ്ങളുടെ തന്തയും തള്ളയും മനുഷ്യവർഗത്തിലോ ഭൂതവർഗത്തിലോ ആരാകട്ടെ,
ഞങ്ങൾ പഴക്കാൻ ആരാണോ കാരണക്കാർ, അതിൽ ഒന്നാമതായി ഞങ്ങളുടെ വാപ്പയാണ്, ഞങ്ങളുടെ ഉമ്മയാണ്. അവർ ഞങ്ങൾക്ക് നൽകേണ്ട സമയത്ത് നൽകിയിട്ടില്ല, പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ തിക്തഫലം ഞങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ. റബ്ബനാ അരിനൽ ലദൈനി അദല്ലാന, ഞങ്ങൾ പഴക്കാൻ കാരണക്കാരായവർ ആരാണെങ്കിൽ നീ അവരെ ഞങ്ങൾക്കൊന്ന് കാണിച്ചിതാ റബ്ബേ. ഇവിടെ വെച്ചല്ല, മക്കൾ പരലോകത്ത് വെച്ച് റബ്ബിനോട് പറയുന്നതാണ്. എന്തിനാ അവർക്ക് ഉമ്മാനെയും ഉപ്പാനെയും പിടിച്ചൊന്ന് മുത്തമിടാനാണോ? അല്ല, നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങളവരെ കാലിക്കടിയിലിട്ട് അവരുടെ നെഞ്ചത്ത് കയറിയിട്ടൊന്ന് ചാടി തീവർക്കട്ടെ, പേടപ്പിച്ചതിന്റെ രോഷം തീർക്കാൻ. ഇതിനാണോ നമ്മൾ വിയപ്പൊഴുക്കുന്നത് ഈ പ്രവാസി ജീവിതത്തിൽ, ഇത്തരം മക്കളെ പരലോകത്ത് കിട്ടാൻ? അതുകൊണ്ട് വേണ്ടതുപോലെ ചെയ്യുക. അർഹമുർ റഹീമീനായ തമ്പുരാനോട് ദുആ ചെയ്യുക. തർബിയത്ത് കൊടുത്താൽ പോലും രക്ഷപ്പെടുമോ എന്ന് ഉറപ്പില്ല. അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. നൂഹ് നബി തർബിയത്ത് കൊടുത്തില്ലേ? മകൻ നന്നായോ? അത് പടച്ചവന്റെ തീരുമാനമാണ്. പക്ഷെ കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തിരിക്കണം. അത് കൊടുത്തിരിക്കണം. അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹുവാണ് തീരുമാനിക്കുന്നത്. പക്ഷേ നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. ബാക്കിയാണ് തവക്കുൽ. എന്നെ വരും പോലെ വരും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വേണ്ടത് ചെയ്യുക. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കട്ടെ. നമ്മുടെ മക്കൾ എല്ലാത്തിനും അവരുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കുക. എന്തിനും നമ്മൾ നിന്നു കൊടുക്കും. ചെയ്തോളൂ. ഒരു ഹറാമിന് കൂട്ടുനിൽക്കരുത്. അവരുടെ വേഷം നന്നാവണം, അവരുടെ പുറത്തുള്ള പെരുമാറ്റം നന്നാവണം, ഒരു കാണുന്നത് നന്നാവണം, ഒരു കേൾക്കുന്നത് നല്ലതായിരിക്കണം. അശ്ലീലമായ ചിത്രങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കയറുമ്പോൾ പത്രത്തിൽ അത് കീഴ്ക്കളഞ്ഞോളൂ. അശ്ലീല ചിത്രങ്ങളില്ലാത്തൊരു പത്രം കയറി വരുന്നില്ല വീടുകളിലേക്ക്. ടാബ്ലോയിഡുകൾ കയറി വരുമ്പോൾ തന്നെ പരിശോധിക്കണം. നിങ്ങൾ ചീത്തയായ ചിത്രങ്ങൾ കണ്ടാൽ കീറി വലിച്ചെറിയണം. അത് വായിക്കേണ്ട നിങ്ങൾ കാണുക. ഇസ്ലാമികമായ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണം. ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വളരെ കൃത്യമായി ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്. 100ഉം 1000ഉം കണ്ണും കാതും ഉണ്ടായാലും വലിയ പ്രയാസമാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അർഹമുർ റഹീമീനായ തമ്പുരാൻ സംസ്കാരമുള്ള ഇസ്ലാമിക ബോധമുള്ള ഒരു ജീവിതം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിലനിർത്തുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, ദുരന്തങ്ങളിൽ നിന്ന് അർഹമുർ റഹീമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് സമ്പത്തിലൂടെയും സന്താനങ്ങളിലൂടെയും ആ പരീക്ഷണത്തിലൂടെ വിജയം നേടുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ എന്തു തന്നെയാണെങ്കിലും അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ, ക്ഷമ നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.